ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കുട്ടി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിൽ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എസൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ബോട്ടിലില്ലേ, അതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. എനിക്ക് ഇവിടെ ഷോപ്പിലൊക്കെ ഈ എയർ ഡ്രൈ ക്ലേ ആണ് കൂടുതലായിട്ടും കിട്ടണത്. നാട്ടിലാണെങ്കിൽ ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റ് എയർ ഡ്രൈ ക്ലേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തും നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ക്ലേ മാത്രം പുറത്തെടുക്കുക. ബാക്കിയുള്ളത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. ഈ ക്ലേ യൂസ് ചെയ്ത് നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കൈവച്ചിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാനൊരു കത്തിയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഇതേപോലെ നടുക്കിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഷേപ്പ് ശരിക്കും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ആ ഒരു വളഞ്ഞ ഷേപ്പ് ഉണ്ടാവില്ലേ, അതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ ഐപ്പിനാണ്. ഈ ഐപ്പിൻ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കമ്പി യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വളച്ചെടുത്താൽ മതി. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ മേലെയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി, ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. ഞാനിവിടെ ഈ ഐപ്പിനിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന ഹാർട്ട് നമ്മുടെ കുപ്പിയുടെ ഉള്ളിലേക്ക് കിടക്കണ ആ ഒരു സൈസിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കേണ്ടി വരും, നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിതിൽ ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതും നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ത്രെഡാണ്. സാധാരണ നമ്മൾ തുന്നാനൊക്കെ യൂസ് ചെയ്യണ നൂലില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നൂലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ ഐപ്പിന്നിൻ്റെ ആ ഹോളിൽ അതിൽ കൂടെ നൂലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 മടക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു നീളം ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി ഈ 2 നൂലുകളുണ്ടല്ലോ, അത് ഇതേപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വട്ടം കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മുടെ കുപ്പിയുടെ അടപ്പിൻ്റെ നടുക്കിലായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുക. ഒരു ആണി എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റിക വെച്ച് ഇടിച്ച് ഒരു ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അടപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ നൂല് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ഒരു സെലോ ടേപ്പ് കിട്ടിയത് അപ്പോൾ അടുത്തിവിടെ ഉണ്ടായിരുന്നത് എടുത്ത് ഒട്ടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. എന്നിട്ട് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കുപ്പി അടച്ചു കൊടുക്കാം. നമുക്ക് നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെറുതെ മേലെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര താഴേക്ക് ഇറങ്ങിയിട്ട് വേണോ ഈ ഹാർട്ട് നിൽക്കാനായിട്ട് നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുപ്പിയുടെ അടപ്പ് നല്ല ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം. അങ്ങനെ നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പേപ്പറിൽ ഗ്ലൂ ആക്കി ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ആ ഒരു നൂലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ കുപ്പിയുടെ അടപ്പുമേ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കണം. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്ലേ ഇതേപോലെ പരത്തി ഇങ്ങനെ ആ ഒരു അടപ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളുടെ ഈ ഒരു കുപ്പിയുടെ അടപ്പും കുപ്പിയും കൂടി ചേർന്ന് വരുന്ന ആ ഭാഗമല്ലേ, ആ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിങ്ങനെ ചുറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതായത് നമ്മുടെ കുപ്പി നമുക്ക് തുറക്കാൻ പറ്റാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഒരു ബോട്ടിലാണല്ലോ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ അടപ്പൊന്നും കാണാൻ അത്ര രസമില്ല. അതുകൊണ്ട് കുറച്ച് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഒരു പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുക്കിലായിട്ട് നമ്മുടെ പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ചെറിയൊരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് നമ്മുടെ ക്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് അത് ഇതേപോലെ ചുറ്റി വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചുറ്റി വെച്ച് ഒട്ടിക്കുമ്പോൾ ഇതേപോലെ ബാക്ക് സൈഡ് ഇങ്ങനെ ജോയിനായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളൊന്നിങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. കൈയൊന്ന് നനച്ചിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒരു ചെറിയൊരു ക്ലേ ഇതേപോലെ വച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയും നമ്മൾ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് വീണ്ടും ഒരു കുട്ടി ക്ലേ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് അതിൻ്റെ മേലെയായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിതിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കണത്.
അങ്ങനെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഗോൾഡൻ കളർ അക്രിലിക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ് കേട്ടോ. ഈ പൗഡർ ഞാനിപ്പോൾ വിരൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഈ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ടില്ലേ അവിടെ ആയിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ പൊന്തിരിക്കണ ആ ഭാഗങ്ങളിലൊക്കെ ആ ഗോൾഡൻ കളറ് പൗഡർ ഇങ്ങനെ ഇതിൽ പിടിക്കും. ഈ പൗഡർ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും ഇതിൽ നിന്ന് പോവില്ല കേട്ടോ. ഇതിൽ നന്നായിട്ടത് ചേർന്നിരിക്കും. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഈ പെയിൻറ്റ് ചെയ്ത ഭാഗത്ത് നമുക്ക് കുറച്ച് വാർണിഷ് അടിച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ പെയിൻറ്റിൻ്റെ കളറൊന്നും മങ്ങില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റം തന്നെ നമ്മുടെ ലവറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്